Hi dears, welcome back to our channel Urban Taste. ഇന്ന് നമുക്ക് പനീർ തിക്ക മസാല തയ്യാറാക്കി നോക്കാം. പനീറിനെ കൊണ്ട് പറയാമെന്ന് വെച്ചാൽ ഇതിൽ ഹൈ പ്രോട്ടീനും അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റ്സും അടങ്ങിയിട്ടുണ്ട്. നമ്മൾ കേരളീയൻസ് പനീർ കൊണ്ടുള്ള ഡിഷ് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ഇതിനായി 200 ഗ്രാം പനീർ, 1 കപ്പ് യോഗാർട്ട്, 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് എന്നിവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനായി ഒരു വലിയ സവാള, 1 തക്കാളി, 1 കാപ്സിക്കം, 2 പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ എന്നിവയാണ് എടുത്ത് വെച്ചത്. നമുക്കൊരു ബൗളിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് അല്ലെങ്കിൽ യോഗാർട്ട്, 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മിക്സ് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. പനീർ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 20 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിലെ പീസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏതാണ്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. പനീർ തിക്ക ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ബട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പനീർ തിക്ക മസാലയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഗ്രേവി പാർട്ട് നമുക്ക് തയ്യാറാക്കാം. ഇതിനായി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഒരു 2 ഗ്രാമ്പു, 1 പട്ട, കുറച്ച് ജീരകം എന്നിവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായിട്ട് ഞാനിവിടെ ടൊമാറ്റോ പ്യൂരി, അണ്ടിപ്പരിപ്പ് അരച്ചത്, കോൺഫ്ലോർ മിക്സ് എന്നിവയാണ് എടുക്കുന്നത്. ഇനി നമുക്കൊരു കപ്പ് ടൊമാറ്റോ പ്യൂരി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ മിക്സിനായി ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ഇതിലേക്ക് 1 കപ്പ് കാഷ്യൂ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിന് ഓൾട്ടർനേറ്റ് ആയിട്ട് വിപ്പിംഗ് ക്രീം വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മറ്റൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കസൂരി മെത്തി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ കസൂരി മെത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി പാർട്ട് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ തിക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് വേവിച്ചെടുക്കാം. ഇതൊരു സെമി ഗ്രേവി ഡിഷ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പനീർ തിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ടേസ്റ്റി ആയിട്ടുള്ള പനീർ ഡിഷാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെ കമൻറ്റ്സ് അറിയിക്കുക വേണം.